പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നന്ദി പറയുന്നു. 39 കൊല്ലം നിൻ്റെ പരിശുദ്ധ ബലി അർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാനയുടെ തുടർന്നുള്ള ആത്മീയ ആവിഷ്കാരമായ കുർബാന ജീവിതം അനുഷ്ഠിക്കുവാൻ വിളിക്കപ്പെട്ടതിന് നന്ദി പറയുന്നു. കർത്താവ് അതിൻ്റെ ആസ്തിയിലും അതിൻ്റെ അടിത്തറയിലും അതിലാശ്രയിക്കുന്ന അങ്ങയുടെ അവകാശമോഹരിമായ ജനങ്ങളോട് ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ നിന്റെ തിരുമുറുവാർന്ന വലതുകരം അണിപ്പറന്ന അത്ഭുതകരം ഈ പ്രാർത്ഥന കൂടുന്ന ഓരോ മകൻ്റെയും മകളുടെയും മേൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിപ്പിണർ പോലെ വൈദാക്കാലം പോലെ ദൈവികമായ ശക്തി നിലേക്ക് ആവശ്യിക്കട്ടെ. മനസ്സ് തളർന്നു പോയവരുണ്ട്. രോഗം മൂലം, പീഡിതകൾ മൂലം, സാമ്പത്തിക ദാരിദ്ര്യം മൂലം, കുടുംബകലഹം മൂലം, ഓരോരുത്തർക്കുമുള്ള ബാധ്യത കാരണം മനസ്സ് തളർന്നു പോയവരുണ്ട്. ഈശോയെ, അവരെ നീ ഇപ്പം ശക്തിപ്പെടുത്തണം. നിൻ്റെ തിരുമുറുപാടുന്ന വലതുകരത്താൽ ശക്തിപ്പെടുത്തണം. നിൻ്റെ ആണിപ്പെടുത്താറുന്ന അത്ഭുതകരത്താൽ ശക്തിപ്പെടുത്തണം. കർത്താവെ, ഉച്ചമുള്ളം കാലം വരെ ദൈവികമായ ശക്തി ആത്മാവേ, പരിശുദ്ധാത്മാവേ, യേശു ക്രിസ്തുവിൽ ആഴമായി വിശ്വസിക്കുന്ന എല്ലാവർക്കും അവകാശമോഹരിയുമായി പിതാവിൻ്റെ തിരുസ്തുതിയിൽ വാഗ്ദാനമായ സമ്മാനമായ ദാനമായ പരിശുദ്ധാത്മാവിൽ ഇപ്പോൾ അങ്ങനെ മക്കളെ ശക്തിപ്പെടുത്തണമേ. ഇന്നത്തെ ദിവസത്തിനായി ശക്തിപ്പെടുത്തണമേ. ഇപ്പോൾ അങ്ങനെ മക്കളെ ശക്തിപ്പെടുത്തണമേ. ഇന്നത്തെ നിയോഗങ്ങൾക്ക് ശക്തിപ്പെടുത്തണമേ. ഇപ്പോൾ ആത്മാവെ അങ്ങനെ മക്കളെ ശക്തിപ്പെടുത്തണമേ. ഇന്നവർ പോകുന്ന വഴികളെ ആത്മാവിനെ അഭിഷേകം ചെയ്യണമേ. ഇന്നവർ പോകുന്ന സംസാരങ്ങളെ അവരെ
ഇടപെടുന്ന ഇടപെടലുകളെ കർത്താവ് ആത്മാവിനെ ശക്തിപ്പെടുത്തണമേ. കർത്താവ് ചെയ്തു തീർക്കാനുള്ള ജോലികൾ, സംസാരിച്ചു തീർക്കാനുള്ള സംസാരങ്ങൾ, പ്രാർത്ഥിച്ചു തീർക്കാനുള്ള പ്രാർത്ഥനകൾ എല്ലാം കർത്താവിൻ്റെ കൃപയാൽ നിറയട്ടെ. അമ്മയെ പരിശുദ്ധമ ദേവമാതാക്കാനായ കല്യാണ കുടുംബത്തിലേക്ക് എന്നതുപോലെ കർത്താവ് അവരുടെ ആവശ്യങ്ങൾ അവർ തന്നെ അറിയാത്തപ്പോൾ അമ്മ തന്നെ അറിഞ്ഞുകൊണ്ട് ഈശോയുടെ തിരുസന്നിധി അർപ്പിക്കുന്ന അമ്മയുടെ ദിവ്യ സാന്നിധ്യം ഉടമ്പടിയെടുത്ത എല്ലാ മക്കൾക്കും സഞ്ചാരി മാതാവേ, സമയത്തിൻ്റെ റാണി എപ്പോഴും അവർക്ക് അനുഭവവേദ്യമാക്കാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഓരോ നിമിഷവും ഓരോ ദിവസവും ഞങ്ങളുടെ വിശ്വാസം, ഞങ്ങളുടെ ദൈവസ്നേഹം, ഞങ്ങളുടെ പ്രത്യാശ നില അർപ്പിച്ചുകൊണ്ട് കർത്താവ് ജീവിക്കുന്ന മക്കൾക്ക് കർത്താവേ, അങ്ങ് വലിയ ഈ അടരാട്ട ജീവിതത്തെ അങ്ങ് ആത്മശക്തി, ആത്മധൈര്യമായി, അഭിഷേകമായി അങ്ങനെ മക്കൾക്ക് അടയാളങ്ങളുടെ അനുഭവവേദ്യമാക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയ നീയും നിൻ്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെടട്ടെ. ഗോഡ് ഇൻഫ്യൂസ് ദി സ്പിരിറ്റ് ഓഫ് പവർ ആൻഡ് ഗ്രേസ്. നമ്മളെ ഉടമ്പടിയുടെ ബേസ്മെൻറ്റ് രക്ഷയുടെ സമവാക്യമാണ് അല്ലേ? അത് നമുക്കറിയാം. എന്താണത്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. എന്നുവെച്ചാൽ നിൻ്റെ യോഗ്യത കൊണ്ടല്ല, എൻ്റെ കൃപ കൊണ്ടെന്ന്. എന്നുവെച്ചാൽ യോഗ്യതകളെ മെറിറ്റ് ചില സമയത്ത് വില പോകാത്ത അവസരങ്ങളുണ്ടാവുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ചില ആൾക്കാർ അമിതമായ ആത്മവിശ്വാസവും അത് കവിഞ്ഞ അഹങ്കാരമായിട്ട് ഇങ്ങനെ ജീവിക്കുന്നുണ്ട്. എന്താ കാര്യം? അവർക്ക് 97 മാർക്കുണ്ട്, 98 മാർക്കുണ്ട്. ഞാൻ പിന്നെ എന്തിനാണ് പ്രാർത്ഥിക്കണത്? കാര്യം എനിക്ക് മുത്തിക്കൊണ്ട് എൻ്റെ മാർക്ക് ലിസ്റ്റ് കാണുമ്പോൾ തന്നെ മുത്തിക്കൊണ്ട് എനിക്ക് അഡ്മിഷൻ തരുമെന്നൊക്കെ പറയും. അത് അങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കുക. അത് വെറുതെ വിട്ടികളുടെ മൂഢസ്വർഗത്തിലാണ്. കാരണം നീ 98 മാർക്കുകാരൻ അഡ്മിഷൻ ചെല്ലുമ്പോൾ എന്നാ സംഭവിക്കണത്? ആകെപ്പാടെ 5 സീറ്റും ഉണ്ടാകും, 98 മാർക്കുകാരൻ 10 പേരും ഉണ്ടാകും. ആർക്ക് കൊടുക്കും? ഈ പ്രതിസന്ധി ഉണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ഓർക്കുക, ജീവിതം എന്ന് പറയുന്നത് ദൈവം നിശ്ചയിച്ചിരിക്കുന്നത് എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങളിൽ ഗ്രേസ് ഇല്ലാതെ ഫില്ലാകത്തില്ല. ഗ്രേസ് നമ്മൾ പിന്നെ വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്രേസ് ഇപ്പോൾ നമുക്ക് ഗ്രേസ് വേണ്ട, മെറിറ്റ് മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കാര്യം? നമ്മുടെ റിട്ടേൺസും നമ്മുടെ അനുഗ്രഹങ്ങളും കുറവായിരിക്കും. കാര്യം എന്താണ്? മെറിറ്റ് വർക്ക് ചെയ്യുന്ന ഒരു ഇക്വിലിബ്രിയം ഉണ്ട്. എന്താണ്? നിങ്ങൾ വിതക്കുന്നത് തന്നെ നിങ്ങൾ കൊയ്യും. ആണ്ടാ. അപ്പോൾ മെറിറ്റിൻ്റെ അനുസരിച്ച് നോക്കാനാണെങ്കിൽ ആ മെറിറ്റ് അനുസരിച്ചുള്ള നമുക്ക് അതനുസരിച്ചുള്ള അനുഗ്രഹമേ നമുക്ക് കിട്ടത്തുള്ളൂ. അനുഗ്രഹമില്ല, ആനുകൂല്യമായാലും എന്തായാലും മെറിറ്റിൻ്റെ ഒരു അപാജയം അതാണ് ഈശോ പറഞ്ഞത്. ഗലാത്യ 6:7 എടുത്ത് മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. അതാണ് മെറിറ്റിൻ്റെ പ്രശ്നം. അതാണ് യോഗ്യത മാത്രം ആശ്രയിച്ചാൽ നിങ്ങൾ യോഗ്യതയുള്ളൊരു അഹങ്കാരം പിടിച്ചിരിക്കരുത്. ഇപ്പം ആരോഗ്യമായിട്ട് യോഗ്യത ഉണ്ടാകും, പണപരമായിട്ട് യോഗ്യത ഉണ്ടാകും. ഇതൊന്നും നിങ്ങൾ രക്ഷിക്കത്തില്ല. ധർമ്മത്തിലൂടെ നേടിയാലും അധർമ്മത്തിലൂടെ നേടിയാലും ഈശോ ചോദിക്കണില്ലേ, നിങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്നതൊക്കെ ആരുടേതാകും? അപ്പോൾ ആദ്യം നമുക്ക് നോക്കേണ്ടത് ലൂക്ക 16:9 ഞാൻ നിങ്ങളോട് പറയുന്നു അധാർമിക സമ്പത്ത് കൊണ്ട് നിങ്ങൾക്കായി സ്നേഹിതരെ സമ്പാദിച്ചുകൊള്ളുവിൻ. അത് നിങ്ങളെ കൈവിടിയുമ്പോൾ അവർ നിങ്ങളെ നിത്യകൂടാരങ്ങളിൽ സ്വീകരിക്കും. അപ്പോൾ അതായത് അധാർമികമായ സമ്പത്ത് കൊണ്ടായാലും ശരി എന്ത് ചെയ്യണം? അപ്പോൾ ചില സമയത്ത് നിങ്ങളുടെ മെറിറ്റ് നേടുന്നത് ചിലപ്പോൾ ഗുസ്തി കൊണ്ടും മത്സരം കൊണ്ടും മറ്റുള്ളവരുടെ കാലുവാരിക്കൊണ്ടും ദൈവത്തെ അറിയാത്ത കാലത്ത് മനുഷ്യൻ പല വിക്രിയകൾ കാണിക്കും. പക്ഷേ എങ്കിലും അതിനെ അനുദപിച്ചുകൊണ്ട് അതെല്ലാം വൈറ്റാക്കാൻ പറ്റും. ഇപ്പം ചില കള്ളന്മാർ ചെയ്യുന്നതില്ലേ, ബ്ലാക്ക് വൈറ്റാക്കാൻ വേണ്ടി കുറേ സൂത്രം കാണിക്കത്തില്ലേ, ഇതുപോലെ തന്നെ ആധ്യാത്മികതയിലും ബ്ലാക്ക് വൈറ്റാക്കാൻ പറ്റും. അതെങ്ങനെയാണ് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങളുടെ മെറിറ്റ് കൊണ്ട് നിങ്ങൾ പലപ്പോഴും ദൈവത്തെ അംഗീകരിക്കണത് കൊണ്ടോ അംഗീകരിക്കാത്തത് കൊണ്ടോ അറിയാത്തത് കൊണ്ടോ അഹങ്കാരം കൊണ്ടോ ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയെ കരുതുന്നത് കൊണ്ടോ റോമ 1:29 അനുസരിച്ച് കൊണ്ട് ചിലപ്പോൾ ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കും. പക്ഷേ നിങ്ങൾക്ക് മാനസാന്തരപ്പെടണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന അടുത്ത ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അധാർമിക സമ്പത്ത് നിങ്ങൾ നേടിക്കഴിഞ്ഞാൽ അധികാരം നേടിക്കഴിഞ്ഞാലും നിങ്ങൾക്കത് മനുഷ്യ സേവനത്തിനായി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്കതിനെ ബ്ലാക്ക് വൈറ്റ് ആക്കാൻ പറ്റും. പക്ഷേ ഒരു കാര്യമുണ്ട്, അങ്ങനെ ഉപയോഗിച്ച് കഴിയുമ്പോൾ പിന്നീട് എന്താണ്? മേലിൽ നിങ്ങൾ പാപം ചെയ്യരുത്. അതാണ് സംഭവം. അല്ല, പാപം ചെയ്യുകയും പിന്നെ അത് അധർമ്മത്തിന് കൊടുക്കുകയും പിന്നെയും പാപം ചെയ്യുകയും അധർമ്മത്തിന് കൊടുക്കുകയും ഈ അഭ്യാസം ദൈവം അംഗീകരിക്കത്തില്ല. മനുഷ്യരെല്ലാം ഒരുക്കി വെക്കണമല്ലോ എല്ലാ കാര്യത്തിനും വേണ്ടി. നിക്ഷേപം ഒരുക്കി വെച്ചിരിക്കുന്നതൊക്കെ ആരുടേതാകും, അതാണ് ആ വിഷയം. മെറിറ്റ് കൊണ്ടായാലും ശരി, എങ്ങനെ ആയാലും ശരി, മെറിറ്റ് ഇല്ലാതെ അധാർമികം കാണിച്ചാലും ശരി, ഈ ഭൗതികമായ അസ്ഥിവാരങ്ങൾ കൊണ്ടാകുന്നതിൻ്റെ കുഴപ്പം ഇത് അന്യാധീനപ്പെട്ട് പോകുന്നതാണ്. ലൂക്കായുടെ സുവിശേഷം 12:20
എന്നാൽ ദൈവം അവനോട് പറഞ്ഞു ഭോഷ, idiot, ഈ രാത്രി നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും. അപ്പോൾ നീ ഒരുക്കി വെച്ചിരിക്കുന്നവ ആരുടേതാകും? ഇത് അനുദിനം ചോദിക്കേണ്ട ചോദ്യമാണ് കേട്ടോ. അനുദിനം ചോദിക്കേണ്ട ചോദ്യം, നീ ഒരുക്കി വെച്ചിരിക്കുന്ന ആരുടേതാകും. ഇത് ചോദിച്ചാൽ മാത്രം നമ്മൾ വിശുദ്ധരായി മാറും. എന്താണ്? പാപത്തിൻ്റെ അപകട മേഖലയിൽ നമ്മൾ ദൈവമേഖലയിലേക്ക് വരും. അതായത് വചനധ്യാനത്തിൻ്റെ സംഭവം, അതായത് ഒരുക്കി വെച്ചിരിക്കുന്നതൊക്കെ ആരുടേതാകും. ഈ മെറിറ്റിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. ഇപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്, മെറിറ്റ് ആശ്രയിച്ചാലും അത് നമ്മളെ ഒരിക്കലും, അത് നിങ്ങളെ കൈവിടുമെന്ന് ഈശോ പറയണത്. നിത്യകൂടാരത്തിൽ പ്രവേശിക്കാൻ വേണ്ടി ഇത് സഹായകരമല്ല എന്നാണ് പറയണത്. പക്ഷേ അധാർമികമായ സമ്പത്തും അനീതിയോടെയുള്ള നിയമം വിട്ട് വളയമില്ലാത്ത ചാടി നമ്മൾ ആർജിക്കുന്ന എല്ലാ ആസ്തിഭദ്രതകളും കുറച്ച് കഴിയുമ്പോൾ അന്യാധീനപ്പെട്ടു പോകും. അപ്പം അതുകൊണ്ട് നിത്യകൂടാരങ്ങൾ നിങ്ങളെ സ്വീകരിക്കേണ്ടതിന് അത് വിറ്റ് ദാനം ചെയ്യാൻ പറഞ്ഞ ഈശോ തന്നെയാണ് പറഞ്ഞത്, സ്നേഹിതന്മാർ സമ്പാദിക്കാൻ പറഞ്ഞത്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്, നമ്മൾ പാപം ഉപേക്ഷിച്ച് അനീതി അഴിമതിയൊക്കെ ഉപേക്ഷിച്ച് കള്ളത്തരവും കള്ളത്രാസും ഒക്കെ ഉപേക്ഷിച്ച് നമുക്കങ്ങനെ കേവലമായിട്ട് ജീവിക്കാമെന്നല്ല. ബുദ്ധിപൂർവ്വം ദൈവത്തിൽ വിശ്വസിക്കുന്നവർ നിത്യതയിലാണ് വിശ്വസിക്കുന്നത്, അറിയാമല്ലോ. അപ്പോൾ അതിലേക്കുള്ള യാത്രയിൽ നമ്മളെ സഹായിക്കാൻ പറ്റിയ ഒരു ടിപ്സാണിത്. എന്താണ്? ബ്ലാക്ക് വൈറ്റാക്കാൻ കഴിയും. എങ്ങനെ? അത് ബ്ലാക്ക് എടുക്കാനുണ്ടാകുന്ന അധർമ്മങ്ങൾ അവസാനിപ്പിക്കുകയും അതേസമയം അർമ്മത്തിലൂടെ സമ്പാദിച്ചത് അത് ആവശ്യമുള്ളവരെ കൊടുത്തിട്ട് അതുപോലെ നീ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ക്ലീനായി നിൽക്കുകയും ചെയ്യുക. ഇപ്പം ക്ലീനായി നിൽക്കുമ്പോൾ തന്നെയാണ് ഈ പ്രെയറൊക്കെ ഭാരമില്ലാതെ വരണത്. അല്ലെങ്കിൽ എന്നും കൊന്നും നിൻ്റെ പ്രാർത്ഥനകളൊക്കെ ഉണ്ടാകും, പക്ഷേ ആ ഒരു ആവശ്യത്തിന് വേണ്ടിയായിരിക്കും. ആ പ്രാർത്ഥന മുഴുവനും നിറച്ച്, ആ പ്രാർത്ഥന എന്തുമാത്രം നീ പ്രാർത്ഥിക്കുന്നു അത് മുഴുവനും നിൻ്റെ ആവശ്യമായിരിക്കും. അത് ഭയങ്കര ശാപം പിടിച്ച പരിപാടിയാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ബിവെയർ. തന്നെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെയും എൻ്റെ കുടുംബത്തെയും ഈ അൾത്താരയിൽ നിർത്തിയതിന് അമ്മയ്ക്കോ ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ബീന റെനി, ഇതെൻ്റെ ഹസ്ബൻഡ് റെനി ജോർജ്, ഇത് ഞങ്ങളുടെ മകൾ ദിയ റെനി. ഞങ്ങളിപ്പോൾ വരുന്നത് പാലാ ചിറ്റാർ സെൻറ്റ് ജോർജ് ഇടവകയിൽ നിന്നുമാണ്. ഞാൻ 17/2/2025 ആദ്യമായി ഉടമ്പടി എടുത്തത്. ഞാൻ ഉടമ്പടി എടുക്കാനുള്ള കാരണം, ഞങ്ങൾ രണ്ടുപേരും സൗദിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. 2020 ഞങ്ങളുടെ അമ്മച്ചി മരിച്ചതിനെ തുടർന്ന് വീട്ടിൽ അച്ചാച്ചനും 2 മക്കളും തന്നെ ആയതുകൊണ്ട് 2021 ഞങ്ങൾ ജോലി രാജിവെച്ച് നാട്ടിലേക്ക് വരികയും 2022 ഞങ്ങളുടെ ആലപ്പുഴ പൂങ്കാവിൽ ഞങ്ങളുടെ വീടിനോട് ചേർന്ന് ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങുകയും ചെയ്തു. 1 വർഷം വലിയ കുഴപ്പമില്ലാതെ പോവുകയും 1 വർഷം കഴിഞ്ഞപ്പോൾ ബിസിനസ് ഡള്ളാകുകയും ഞങ്ങൾ ലോൺ അടയ്ക്കാൻ കഴിയാതെയും കുറച്ച് കടബാധ്യതയും വന്നു. അങ്ങനെ ഞങ്ങളുടെ വീടും സൂപ്പർ മാർക്കറ്റും വിൽക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ പരസ്യം കൊടുത്തു, ബ്രോക്കർമാർ ആളുകളെ കൊണ്ടുവന്നു. 5-6 മാസം കടന്നുപോയി, സ്ഥലം വിൽപ്പന നടക്കുന്നില്ല. അപ്പോൾ ഞങ്ങളുടെ മെറിറ്റ് നഷ്ടപ്പെട്ടു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയുന്ന പോലെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് ഞങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാവുകയായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ജോസഫ് അച്ഛൻ്റെ ബ്ലെസ്സിങ്ങിന് വേണ്ടി വന്നു. ആദ്യത്തെ ദിവസം വന്നപ്പോൾ എനിക്ക് അച്ഛനെ കാണാൻ സാധിച്ചില്ല. 2ാമത്തെ ദിവസം വന്നപ്പോഴും ഭയങ്കര ക്യൂ ആയിരുന്നു. എങ്കിലും ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ജോസഫ് അച്ഛനെ കാണാൻ സാധിച്ചു. ഉടമ്പടി എടുത്ത് 52 ദിവസം ആയത് ഉടമ്പടി പുതുക്കിയതിന് ശേഷം മാത്രമേ കാണാൻ സാധിക്കുകയുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഉടമ്പടി എടുത്ത് 52 ദിവസം ആയപ്പോൾ മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹം കൊണ്ട് ജോസഫ് അച്ഛനെ കാണുകയും ജോസഫ് അച്ഛന് ബ്ലെസ്സിങ് കിട്ടുകയും ജോസഫ് അച്ഛൻ ഡോക്യുമെൻ്റ് ബ്ലെസ് ചെയ്ത് മാതാവിൻ്റെ കാശുരൂപം വെഞ്ചരിച്ച് തരികയും ചെയ്തു. അത് ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി വിശ്വാസപ്രമാണം ചൊല്ലി കുഴിച്ചിടുകയും ഉപ്പ് വിതറി പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ബ്രോക്കർമാരൊന്നുമില്ലാതെ ഒരു വ്യക്തി വന്ന് പ്രോപ്പർട്ടി വാങ്ങിക്കാൻ താല്പര്യമുണ്ടെന്ന് പറയുകയും അച്ഛൻ വെഞ്ചരിച്ച ആ ഡോക്യുമെൻ്റ് അവർക്ക് കൊടുക്കുകയും ചെയ്തു. ഒരാഴ്ച കൊണ്ട് ഞങ്ങൾക്ക് അനുയോജ്യമായ വില കൊണ്ട് അത് വിൽക്കാൻ സാധിച്ചു. എൻ്റെ 2ാമത്തെ സാക്ഷ്യം, എൻ്റെ വീട് പാലായിലാണ്. പാലായിൽ എൻ്റെ ആങ്ങളമാരുടെ വീടിനോട് ചേർന്ന് തന്നെ ഞങ്ങൾക്ക് അനുയോജ്യമായ ഒരു ഭവനം തന്ന് മാതാവും ഈശോയും അനുഗ്രഹിച്ചു.
മൂന്നാമത്തെ സാക്ഷ്യം, ഇത് ഞങ്ങളുടെ ഇളയ മകൾ +2 പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു അവൾ പാസ്സാകുമോ എന്നുള്ളത്. അവൾ എക്സാമിന് പോകുമ്പോഴൊക്കെ എൻ്റെ ഉടമ്പടി കാശുരൂപം ധരിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം നെറ്റിയിൽ തേച്ച് നാവിൽ ഉപ്പ് കൊടുത്താണ് വിട്ടുകൊണ്ടിരുന്നത്. എക്സാം കഴിഞ്ഞപ്പോൾ അവൾ ഫിസിക്സും കെമിസ്ട്രിയും ടഫായിരുന്നെന്ന് പറഞ്ഞു. മാതാവിൻ്റെയും ഈശോയുടെ അനുഗ്രഹം കൊണ്ട് അവൾ പാസ്സാകുകയും ബാംഗ്ലൂരിൽ നല്ലൊരു നഴ്സിംഗ് കോളേജിൽ അവർക്ക് അഡ്മിഷൻ കിട്ടുകയും ചെയ്തു. സെപ്റ്റംബറിൽ അവൾ നഴ്സിങ്ങിന് പോകുകയാണ്. പിന്നെ ഞാൻ ഉടമ്പടി പുതുക്കിയ ശേഷം ഒരു നിയോഗം വെച്ചിരുന്നു, ഞങ്ങൾക്ക് ഒരു വരുമാന മാർഗം കാണിച്ചു തരണമേ എന്ന്. അങ്ങനെ ഇതിനു മുമ്പ് ഞങ്ങൾ കടബാധ്യതയായിരുന്നപ്പോൾ UK, ദുബായ്, മസ്കറ്റ്, സൗദിയിലൊക്കെ ഞങ്ങൾ ജോലിക്ക് ട്രൈ ചെയ്തിരുന്നു ഹസ്ബൻഡിന് വേണ്ടി. പക്ഷേ പ്രായം 50 കഴിഞ്ഞതുകൊണ്ട് വിസ കിട്ടുകയില്ലെന്നാണ് എല്ലാവരും പറഞ്ഞത്. അപ്പോൾ ഞങ്ങളത് ഉപേക്ഷിച്ചു. നാട്ടിലൊരു ജോലിക്ക് വേണ്ടിയാണ് ട്രൈ ചെയ്തത്. ഞാൻ നിയോഗം വെച്ച് പിറ്റേ ദിവസം ചെന്നപ്പോൾ ബാക്കി സാക്ഷ്യം ഹസ്ബൻഡ് പറയും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ ജീവിത പങ്കാളി പറഞ്ഞായിരുന്നു ബാധ്യതയെന്ന് പറഞ്ഞായിരുന്നു. അപ്പം നിങ്ങൾ വിചാരിക്കും ചെറിയ ബാധ്യത. ഞങ്ങൾക്ക് ഏകദേശം ഒരു 1.5 CR ബാധ്യതയായിരുന്നു. അത് ദൈവം അനുഗ്രഹിച്ച് അത് പിന്നെ ഞങ്ങൾക്ക് പ്രോപ്പർട്ടി നല്ല രീതിയിൽ വിൽക്കാനും പറ്റി, പാലയിൽ പ്രോപ്പർട്ടി വാങ്ങാൻ പറ്റി. അതിലുപരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു ജീവിതമാർഗ്ഗമായിരുന്നു. അപ്പം ഞാൻ സൗദിയിൽ 20 വർഷം ഒരു കമ്പനിയിൽ തന്നെയായിരുന്നു ജോലി ചെയ്തിരുന്നത്. അപ്പം ഞാൻ ഫൈനാൻസിൽ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു. അപ്പോൾ അവിടുന്ന് ലാസ്റ്റ് ഞാൻ പോരുന്ന അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പോരുമ്പം അവിടെ പുതിയൊരു CFO ഒരു ജോർദാനിയായിരുന്നു വന്ന് ഞാൻ പുള്ളിയോടേക്ക് പറഞ്ഞ് ഞാൻ പറഞ്ഞു സാറേ അപ്പോൾ പുള്ളിയുടെ അസിസ്റ്റൻറ്റ് ആയിട്ട് എന്നെ അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്തു. അപ്പോൾ എന്നോട് പറഞ്ഞ് ഞാൻ പറഞ്ഞു സാറേ എന്നെ എടുക്കുന്നതിൽ താല്പര്യക്കുറവൊന്നുമില്ല, പക്ഷേ ഞാൻ ഒക്ടോബറിൽ ഞാൻ കോൺട്രാക്റ്റ് കഴിയുമ്പോഴത്തേക്ക് ഞാൻ പോവുക. അപ്പം പറഞ്ഞ് നീ എന്താ പോകുന്നത്? ഞാൻ പറഞ്ഞു വീട്ടിലാരുമില്ല. അവൻ പറഞ്ഞു നീ പോകണ്ട, നിൽക്ക്, പിന്നെ സാലറിയൊക്കെ കൂട്ടിത്തരാം. ഞാൻ പറഞ്ഞു ഒരു രക്ഷയില്ല, എനിക്ക് പോയേ പറ്റുള്ളൂ എന്നുള്ള. ശരി അങ്ങനെയൊന്നും ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് പുള്ളി എൻ്റെ അടുക്കൽ ഞങ്ങൾ രണ്ടുപേരും ഒരേ പ്രായമാണ്. അതാണ് ഏറ്റവും വലിയ ഇതുള്ളത്. ഞങ്ങൾ രണ്ടുപേരും ഒരേ പ്രായം, ഞങ്ങളുടെ രണ്ടുപേരുടെയും ഡേറ്റ് ഓഫ് ബർത്ത് ഓരോ ദിവസം ജനിച്ചു വരും. അപ്പോൾ അത്ര ഫ്രണ്ട്സായിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും അവിടെ പിന്നെ ജോലി ചെയ്യുന്നത്. പുള്ളി ഒരു കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 72 ഫാക്ടറി, ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ്. അപ്പം ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് ഞാൻ പോരുകയും ചെയ്തു. അപ്പം അവിടെ നീ എന്താ ചെയ്യാൻ പോകുന്നത്? ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനൊരു പ്ലാനൊക്കെ ഉണ്ട്, എല്ലാം പറഞ്ഞു. പുള്ളിയായിട്ട് നിരന്തരം കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അതിൻ്റെ താഴത്തെ ഒരാളുള്ളത് എന്നെ ആ കമ്പനിയിൽ 20 വർഷം മുമ്പ് എടുത്ത ഒരു ബോംബെക്കാരനുണ്ട്. പുള്ളി ഞാൻ ജോയിൻ ചെയ്യുമ്പം പുള്ളി സീനിയർ അക്കൗണ്ടൻ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് ചീഫ് അക്കൗണ്ടൻ്റായി, ഫൈനാൻസ് മാനേജറായി. അത് കഴിഞ്ഞ് അവിടുത്തെ ഇപ്പോൾ അദ്ദേഹമാണ് കമ്പനിയുടെ CFO. നേരത്തെ ഇരുന്ന CFO കമ്പനിയുടെ പ്രസിഡൻറ്റുമായി. അപ്പോൾ ഇതിങ്ങനെ നിൽക്കുന്നത്. അപ്പം നമുക്കൊരു എൻ്റെ ഏജ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എനിക്ക് 52 വയസ്സുണ്ട്. ഒരിക്കലും എനിക്ക് തിരിച്ചങ്ങോട്ട് ചോദിക്കാൻ എനിക്ക് മടിയുമാണ്. നമ്മൾ എല്ലാവരുമായിട്ട് നമ്മൾ ഈദും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർക്ക് വിഷസും കാര്യങ്ങളൊക്കെ അയക്കുന്നുണ്ട്. ഞാനിവിടെ വന്ന് ഉടമ്പടി മാർച്ച് 23 ഞാൻ ഉടമ്പടി എടുത്തു. മെയ്യിൽ ജോസഫ് അച്ഛനെ ഞങ്ങൾ രണ്ടുപേരും വന്നപ്പോൾ ഇവിടെ കണ്ടത്. മെയ് 5-ാം തീയതിയായിരുന്നു ഞങ്ങൾക്ക് ടോക്കൺ അഡ്വാൻസ് തരുന്നത്. മെയ് 10-ാം തീയതി ഞങ്ങൾ പാലായിലെ വീടിൻ്റെ അഡ്വാൻസ് ഞങ്ങൾ കൊടുത്തു. അപ്പോൾ 19-ാം തീയതി ഞാൻ ജസ്റ്റ് ആലപ്പുഴയിലോട്ട് ഞാൻ പോകുന്ന സമയത്ത് എൻ്റെ മൊബൈലിലൊരു മെസ്സേജ് വന്നിട്ട് ഇത്ര എഴുതിയിട്ടുള്ളൂ, വെൻ യു ആർ ഫ്രീ ജസ്റ്റ് കോൾ മീ എന്ന് മാത്രം. അപ്പോൾ അയച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അസ്ഗർ എന്ന് പറയുന്ന ഇപ്പോഴത്തെ CFO ആണ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനടുത്ത് ഇദ്ദേഹം എന്തെങ്കിലും കാര്യം കാണുമോ, എന്തെങ്കിലും ആവശ്യങ്ങൾ, അങ്ങനെ പുള്ളി അങ്ങനെ അയക്കാറില്ല മെസ്സേജ്. ഞാൻ പെട്ടെന്ന് ആലപ്പുഴ പകുതി വെച്ച് ഞാൻ വീട്ടിൽ വന്നു. ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ഭായി എന്താണ് വിളിച്ചതെന്നുള്ളത്. എടാ നീ ഫ്രീ ആണോ എന്ന്, ഇത്ര ചോദിക്കുന്നത്, നീ ഫ്രീ ആണോ എന്നാണ്. അപ്പം ഞാൻ പറഞ്ഞു പറയണം ഇപ്പം എങ്ങനെയുണ്ട് ബിസിനസ് എങ്ങനെയുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ കുറച്ച് റീസണാണ്. അപ്പം എടുത്ത് പോയി ചോദിക്കണം അത്യാവശ്യമാണ്, നിനക്കൊന്ന് കയറി വരാമോ എന്ന് ചോദിച്ചു. ഇതാ പുള്ളി ചോദിച്ചു അത്യാവശ്യമാണ്. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞു ഭായ് പൊസിഷൻ, നിൻ്റെ പഴയ ഓഫീസ്, പഴയ ചെയർ, പഴയ പൊസിഷൻ, സാലറി മാത്രം നീ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറയും ഓക്കെ. അത് കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞില്ല, 1 മണിക്കൂർ നേരം HR നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു സാലറി എത്രയാണെന്ന് ചോദിച്ചു.
അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ പഴയ ബേസിക് ആണെങ്കിൽ വേണ്ട, അത് വേണ്ടതില്ല. അപ്പോൾ ഇല്ല, സാലറി പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു പഴയ ബേസിക് സാലറി പ്ലസ് 40% ഇൻക്രീസ് എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞാൽ അടുത്ത അരമണിക്കൂറിനുള്ളിൽ എനിക്ക് എഗ്രിമെൻ്റ് അവർ മെയിലിൽ അയച്ചു തന്നു, ഇത് സൈൻ ചെയ്തല്ലോ. അപ്പം ഞാൻ സൈൻ ചെയ്തില്ല. ഞങ്ങൾ പിറ്റേന്ന് അത് പ്രിൻ്റ് ചെയ്തിട്ട് ഞങ്ങളിവിടെ കൃപാസനത്തിൽ വന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഇതെല്ലാം കഴിഞ്ഞിട്ട് അന്ന് ഞായറാഴ്ച ജോസഫച്ചൻ്റെ ലൈവ് ഇത് ധ്യാനം ഉണ്ടായിരുന്നു. അതെല്ലാം കൂടിക്കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടാണ് എഗ്രിമെൻറ്റ് ഞങ്ങൾ സൈൻ ചെയ്തിട്ട് അയച്ചു കൊടുക്കുന്നത്. അയച്ചു കൊടുത്തു കഴിഞ്ഞ ഉടനെ അപ്പോൾ എൻ്റെ വീടിൻ്റെ രജിസ്ട്രേഷൻ നടന്നിട്ടില്ല. അപ്പോൾ ഇവർക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂണിൽ ജോയിൻ ചെയ്യണം. ജൂണിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പ്രോപ്പർട്ടിയുടെ രജിസ്ട്രേഷൻ ഞാൻ തന്നെയാണ് സൈൻ ചെയ്യേണ്ടത്. അങ്ങനെ നിന്നപ്പോഴാണ് അവർ വിസയും കാര്യങ്ങളും പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് അക്കൗണ്ടൻറ്റിൻ്റെ പൊസിഷനിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കറിയാം അവിടെ അധികം നാൾ ജോലി ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഈ ബോസ് തന്നെ പറഞ്ഞു, നിൻ്റെ അക്കൗണ്ടൻറ്റിൻ്റെ വിസയിൽ എടുക്കരുത്, നീ HR പറഞ്ഞേക്കണം, ആ ഒരു പൊസിഷനിൽ കയറി വരരുത്. കയറിക്കഴിഞ്ഞാൽ അവിടെ ഒരു സൗദി നമ്മുടെ സാലറിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജോലി പോകും. അതനുസരിച്ച് ഞാൻ പറഞ്ഞില്ല, അക്കൗണ്ടൻ്റ് പൊസിഷനിൽ എനിക്ക് ആ ജോബ് വേണ്ട. അപ്പം പറഞ്ഞു അപ്പോൾ വേറെ എന്ത് പൊസിഷൻ? ഞാൻ പറഞ്ഞു വേറെ ഏത് പൊസിഷനിലും ആക്കിക്കോ, പക്ഷേ ഈ അക്കൗണ്ടൻ്റ് ആ ഒരു പ്രൊഫഷനിൽ എടുക്കരുതെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഓക്കെ. അവർ വിസ പ്രോസസ്സ് ചെയ്തപ്പം എൻ്റെ രജിസ്ട്രേഷൻ നടത്താൻ വേണ്ടി ഇപ്പം മാതാവ് അച്ഛൻ പറഞ്ഞ് നമ്മളിവിടെ പറയുമല്ലോ ദൈർഘ്യം കുറയ്ക്കുന്ന മാതാവ്, പക്ഷേ എനിക്ക് ദൈർഘ്യം കൂട്ടി കിട്ടണമായിരുന്നു. അപ്പോൾ അവിടെ നിന്നിട്ട് ഈ ട്രാവൽ ഏജൻസിയിൽ ഞങ്ങളുടെ ഓഫീസിൻ്റെ വിസ പ്രോസസ്സ് ചെയ്യുന്ന പെണ്ണ് അതിന് സുഖമില്ലാതെ ബോംബെയിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. കമ്മ്യൂണിക്കേഷൻ അവിടെ കമ്പനിയായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നിന്ന് കഴിഞ്ഞപ്പം ഏകദേശം എനിക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 15 ദിവസം നീണ്ടു പോവുക. 15 ദിവസത്തിനുള്ളിൽ എൻ്റെ വീടിൻ്റെ ആലപ്പുഴയിലെ രജിസ്ട്രേഷൻ നടന്നു, 2ാമത്തെ ദിവസം പാലയിലെ രജിസ്ട്രേഷൻ നടന്നു, 3ാമത്തെ ദിവസം ഇവരെ ഡിസ്ചാർജ് ചെയ്ത് ഓഫീസിൽ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് മെഡിക്കലിന് എത്ര വേഗം ഇന്ന് മെഡിക്കലിന് പോകാമോ എന്ന് ചോദിച്ചു. ഞാൻ പറയും ഇന്ന് മെഡിക്കലിന് പോകാൻ പറ്റും, ഞങ്ങൾ നാളെ പൊക്കോളാം. പിറ്റേന്ന് ഞങ്ങൾ മെഡിക്കലിന് പോയി. അതിൻ്റെ നെക്സ്റ്റ് ഡേ ബയോമെട്രിക് എടുത്തു. അതിൻ്റെ നെക്സ്റ്റ് ഡേ വിസ ഞാൻ പാസ്പോർട്ട് കൊറിയർ ചെയ്ത് കൊടുത്തു. കൊറിയർ എടുത്ത് അവിടെ നെക്സ്റ്റ് ഡേ കിട്ടുന്ന അന്നത്തെ ദിവസം തന്നെ വിസ അടിച്ചപ്പോൾ അപ്പോൾ എനിക്കറിയാം അടുത്ത ദിവസം തന്നെ എനിക്ക് ടിക്കറ്റും കയറണമെന്ന് പറയാം. അതും എനിക്കൊരു ദൈർഘ്യം കിട്ടണം. അതിന് ഞാൻ എൻ്റെ ബോസിനടിക്ക് തന്നെ ഞാൻ പറഞ്ഞ് കുറച്ച് പേപ്പർ വർക്ക് ഇവിടെ തീരാനുണ്ട് രജിസ്ട്രേഷൻ്റെ, അതുകൊണ്ട് എനിക്ക് ഒരാഴ്ച കൂടെ ഗ്യാപ്പ് ആക്കി തരണമെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞ് കുഴപ്പമില്ലടാ, ഏതായാലും ഇത്ര ദിവസം കാര്യങ്ങളെല്ലാം കഴിഞ്ഞില്ലേ, അപ്പോൾ അതാക്കി തരാമെന്ന് പറഞ്ഞ്. അപ്പം ഞാൻ വിചാരിച്ചു ഓഗസ്റ്റ് 10 ടിക്കറ്റ് ആകാവുള്ളൂ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു. കഴിഞ്ഞപ്പോൾ അവിടുന്ന് കമ്പനി തന്നെ പറഞ്ഞു ഓഗസ്റ്റ് 10 ടിക്കറ്റ് ഇഷ്യൂ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ഓഗസ്റ്റ് 10 രാവിലെ വെളുപ്പിലത്തെ ഫ്ലൈറ്റുകളിൽ ഞാൻ ഉച്ചയ്ക്ക് 12 മണിക്ക് ഓഫീസിൽ ജോയിൻ ചെയ്യുകയും ചെയ്യണം. പക്ഷേ ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയൊരു മിറക്കിൾ തന്നെയാണ്. ഒരിക്കലും നടക്കാത്ത ഒരു കാര്യമായിരുന്നു. തിരിച്ചെനിക്ക് സൗദിയിലേക്ക് പോകാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും പോകാൻ പറ്റത്തില്ല. കാര്യം ഏജ് ഫാക്ടർ അവിടെ പ്രധാനമാണ്. 40 കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഞങ്ങളുടെ കമ്പനിയുടെ ഏജ് ഫാക്ടർ വരുന്നത് 35 ആണ്. 35 കഴിഞ്ഞാൽ ഒരു കാരണവശാലും റിക്രൂട്ട്മെൻറ്റ് വരത്തില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് മുഴുവൻ പ്രവർത്തിച്ചത് ആ പ്രസിഡൻറ്റും CFOയും കൂടെ മാത്രമാണ്. ഇവർ രണ്ടുപേരും കൂടെ പെട്ടെന്ന് അപ്രൂവ് ചെയ്തത് കൊണ്ട് മാത്രമാണ് എനിക്ക് അങ്ങോട്ട് പോകാൻ സാധിച്ചത്. അത് അമ്മ മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹം തന്നെയാണ് നടന്നത്. അതിനോടത്ത് 1000 നന്ദി ഞങ്ങൾ പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ വന്ന് പത്രം വാങ്ങിച്ച് കോട്ടയം മെഡിക്കൽ കോളേജ്, അരുവിത്രപ്പള്ളി അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൊടുക്കുമായിരുന്നു. പിന്നെ ആത്മീയ ജീവിതത്തിൽ ഞാൻ ഞായറാഴ്ച മാത്രം പള്ളിയിൽ പോകുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ദിവസവും പള്ളിയിൽ പോകാനും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും 2 ആഴ്ച അല്ലെങ്കിൽ 1 മാസം കൂടുമ്പോൾ കുമ്പസാരിക്കുകയും ചെയ്യും. പിന്നെ സന്ധ്യാപ്രാർത്ഥന ബിസിനസ്സൊക്കെ ആയതുകൊണ്ട് 7 മണി 8 മണിക്ക് നല്ല തിരക്കുള്ള സമയങ്ങളിൽ സന്ധ്യാപ്രാർത്ഥന മുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഉടമ്പടിക്ക് ശേഷം എവിടെ യാത്ര പോയാലും രാത്രി 11-12 ആയാൽ പോലും ഞങ്ങൾ മുഴുവൻ ജപമാല ചൊല്ലി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയിട്ടേ കിടക്കാറുണ്ടായിരുന്നുള്ളൂ. പിന്നെ കാരുണ്യ പ്രവൃത്തികൾ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ പലർക്ക് സാധനങ്ങൾ അനാഥാലയങ്ങളിൽ കൊടുക്കുകയും പിന്നെ രോഗികൾക്ക് ചികിത്സാ സഹായം കൊടുക്കുകയും ഒക്കെ ചെയ്തു വന്നിരുന്നു. യെശയ്യാ 12:2 ഇതാ ദൈവമാണ് എൻ്റെ രക്ഷ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കും, ഞാൻ ഭയപ്പെടുകയില്ല. എന്തെന്നാൽ ദൈവമായ കർത്താവ് എൻ്റെ ബലവും എൻ്റെ ഗാനവും ആണ്.
അവിടുന്ന് എൻ്റെ രക്ഷയായിരിക്കുന്നു. ബീന റെനി എന്ന ഈ സഹോദരിയും ജീവിത പങ്കാളി റെനിയും കുടുംബം കടന്നുപോയ വല്ലാത്തൊരു പ്രതിസന്ധിയും അതിൽ കൃപാസനം പ്രത്യക്ഷീകരണ മാതാവിൻ്റെ സഹായത്താൽ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച അതിലും വലിയ അനുഗ്രഹങ്ങളെയും ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. അത് റെനി വളരെ സുന്ദരമായി പറഞ്ഞു. 1.5 കോടി രൂപയുടെ ബാധ്യതയുമായിട്ടാണ് അമ്മ മാതാവിൻ്റെ ഈ ആലയത്തിലേക്ക് കടന്നു വന്നത്. വലിയ സ്വപ്നം കണ്ട് തുടങ്ങിയ ഒരു ബിസിനസ് അതാകെ തകർന്നു പോയത്, ബാധ്യതകൾ കൂടി വന്നത്, അതുകൊണ്ട് വലിയ വിഷമത്തോടു കൂടി അമ്മയുടെ തിരുനടയിലെത്തിയത്. അതിനു മുമ്പ് ആ വീടും സ്ഥലവും വിറ്റുപോകുവാൻ വേണ്ടി ഒത്തിരി പരിശ്രമിച്ചു. ഒത്തിരി ഏജൻറ്റുമാർ അതിന് വന്നു നോക്കി പോവുകയൊക്കെ ചെയ്തു. ഒരു കാര്യവും ഒന്നും നടക്കാതിരുന്നപ്പോൾ അമ്മയുടെ അരികിൽ വന്ന് ഉടമ്പടി എടുത്തു. അത് ബീന സുന്ദരമായി പറഞ്ഞു. ഉടമ്പടി എടുത്ത് ആ ഉടമ്പടി ജീവിച്ച് മുന്നോട്ട് പോയി. ഏതാണ്ട് 52ാമത്തെ ദിവസം, സാധാരണഗതിയിൽ സാധാരണ വിഷയങ്ങളാണെങ്കിൽ ജോസഫ് അച്ഛൻ ആദ്യത്തെ ഉടമ്പടി പുതുക്കി കഴിയാതെ ആരെയും കാണില്ല. കാരണം അച്ഛനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഉടമ്പടി ജീവിക്കേണ്ടെന്ന് പലരും കരുതും. അതുകൊണ്ട് ഉടമ്പടി വൃത്തിയോടെ ജീവിക്കുക, വിശ്വസ്തയോടെ ജീവിക്കുക, ഉടമ്പടി ജീവിതത്തിലൊന്ന് വേരുറപ്പിച്ചുവെന്ന് അച്ഛന് മനസ്സിലായാൽ മാത്രമേ അച്ഛൻ ഓരോരുത്തരെയും ജീവിത ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുള്ളൂ. അതുകൊണ്ടാണ് റെനി ഇടയ്ക്ക് സൂചിപ്പിച്ചത്. അത് ഈ 52ാമത്തെ ദിവസം റെനിക്ക് ബീനയ്ക്ക് കാണുവാനുള്ള ഭാഗ്യമുണ്ടായത്. അത് അച്ഛൻ ആ ഡോക്യുമെൻറ്റ്സ് മുഴുവനും മാതാവിന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ 1.5 ആഴ്ചക്കുള്ളിൽ 2 ആഴ്ചക്കുള്ളിൽ ഇടനിലക്കാരുമില്ലാതെ ഒരു വ്യക്തി വന്ന് അവരുടെ സൂപ്പർ മാർക്കറ്റും ഭവനവും സ്ഥലവും കണ്ട് വില പറയുകയും തമ്മിൽ ചേരുകയും അതങ്ങനെ അവർ കൈമാറ്റം ചെയ്യുവാൻ തീരുമാനത്തിലേക്ക് വരികയും ചെയ്തത്. അതേസമയം തന്നെ പാലായിൽ അവിടെ സ്ഥലം കണ്ടെത്തുകയും വീടിൻ്റെ കാര്യങ്ങൾ നോക്കുകയും അതിൻ്റെയും ക്രമീകരണങ്ങൾ ഒരുമിച്ച് കിട്ടുന്നു. നമ്മളെപ്പോഴും പറയും ഉടമ്പടി മാതാവ് സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ്. ഉടമ്പടിയിൽ നമ്മൾ വൃത്തിയോടെ ജീവിച്ചു തുടങ്ങിയോ, ഉടമ്പടിയുടെ കാര്യങ്ങൾക്ക് നമുക്കതിൽ വിശ്വാസമുണ്ടാവണം. ഉടമ്പടി ജീവിച്ചു തുടങ്ങുമ്പോൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ വിശ്വാസമുണ്ടാവണം, ചെയ്യുന്ന പ്രവൃത്തികളിൽ വിശ്വാസമുണ്ടാവണം. ദൈവം ഇടപെടുമെന്നും അമ്മ മാതാവ് കൂടെ നിൽക്കുമെന്നും ഉറപ്പിച്ച് ഹൃദയം കൊണ്ട് പറയുവാൻ നമുക്ക് ധൈര്യമുണ്ടാവണം. അങ്ങനെ ഉടമ്പടിയിൽ നമ്മൾ വേരുറച്ച് കഴിയുമ്പോൾ കൃത്യമായും ഉടമ്പടിയിലൂടെ ദൈവത്തിൻ്റെ ഇടപെടലുകൾ വളരെ വേഗം ജീവിതത്തിൽ അനുഭവിക്കുവാൻ നമുക്ക് സാധിച്ചു കൊണ്ടിരിക്കും. സഹോദരി അത് പറഞ്ഞു. ഇവിടുത്തെ വീട് വിറ്റുപോകുന്നതിന്, അവിടെ ഒരു വീടും സ്ഥലവും സ്വന്തമാക്കുന്നതിന് ആ 2 കാര്യങ്ങൾ ഏതാണ്ട് ഒരേ സമയം അച്ഛനെ കണ്ടുപോകുന്ന ദിവസങ്ങളിൽ തന്നെ നടക്കുന്നുണ്ട്. അതിൻ്റെ അതേ സമയം തന്നെയാണ് റെനി നമ്മളോട് സൂചിപ്പിച്ചത്. വിദേശത്ത് നിന്ന് ഇങ്ങോട്ട് കോൾ വരുന്നത്. ഇനി ജോലി എന്ത്, വരുമാനം എന്ത്, ഉള്ള ബിസിനസ്സാകെ ഇങ്ങനെയായി, അതുകൊണ്ട് എന്താകുമെന്ന് ആരോടും പറയുവാൻ പറ്റുന്നില്ല. എന്താകുമെന്ന് ആകുലപ്പെട്ടിരിക്കുമ്പോൾ ജോലി ചെയ്തിടത്തു നിന്ന് ഇങ്ങോട്ട് വിളിച്ച് എത്രയും വേഗം കയറി ചെല്ലുവാനായിട്ട് ആവശ്യപ്പെടുന്നു. സഹോദരൻ പറയുന്നുണ്ട് 50+ ആയിക്കഴിഞ്ഞാൽ പിന്നെ ആർക്കും ജോലിക്ക് ആളെ ആവശ്യമില്ല, വാർദ്ധക്യമെത്തി എന്നവർ വിധി എഴുതുകയാണ്. എന്നാൽ അതൊന്നും ഇവിടെ മെറിറ്റ് മുഴുവനും മൈനസ് ആകുമ്പോൾ, മെറിറ്റ് മുഴുവനും മൈനസായി 0 ആയി കഴിയുമ്പോൾ ഈ സഹോദരനെ തേടി ഫോൺ കോൾ വരുന്നു. സഹോദരൻ പറയുന്ന ആ എഗ്രിമെൻ്റ് അനുസരിച്ച് കാര്യങ്ങൾ പോകുന്നു. ജോലി അക്കൗണ്ടൻറ്റിന് പറ്റില്ലെന്ന് പറയുമ്പോൾ അത് മാറ്റിക്കൊടുക്കുന്നു. സാലറി ബേസിക്കിനൊപ്പം 40% കൂട്ടി വേണമെന്ന് പറയുമ്പോൾ അംഗീകരിച്ചു കൊടുക്കുന്നു. ദിവസങ്ങളൊട്ടും കുറച്ച് ദിവസം മുന്നോട്ട് വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അതനുസരിച്ച് ക്രമീകരിച്ചു കൊടുക്കുന്നു. തടസ്സങ്ങളൊന്നുമില്ലാതെ വേഗത്തിൽ ജോലിക്ക് തിരികെ കയറുവാൻ, നല്ലൊരു സാലറിയോടുകൂടി കയറുവാൻ അമ്മ മാതാവ് കാര്യങ്ങൾ ക്രമീകരിച്ചു കൊടുക്കുന്നു. സമയച്ചുരുക്കത്തിൻ്റെ നല്ലൊരു സാക്ഷ്യം. അതോടൊപ്പം ആപത്തിൽപ്പെട്ട് അടിപതറി കുടുംബത്തിൻ്റെ ജീവിത സാഹചര്യങ്ങൾ മുഴുവനും തരിപ്പണമായി നിൽക്കുമ്പോൾ, ഭാവി എങ്ങനെയാകുമെന്ന് ആദ്യ പിടിച്ചു നിൽക്കുമ്പോൾ അമ്മ കൂടെ നിന്ന് കൈപിടിച്ച് ജീവിതത്തെ സുരക്ഷിതമാക്കുന്നൊരു സാക്ഷ്യമാണ് ഈ കുടുംബം ഈ അൾത്താരയിൽ പങ്കുവെക്കുന്നത്. പ്രിയമുള്ളവരെ, ജോസഫ് അച്ഛൻ അതുകൊണ്ട് ഉടമ്പടി ധ്യാനത്തിൽ ആവർത്തിച്ച് പറയും, നിങ്ങൾ ചെറിയ കാര്യങ്ങൾ നേടുവാൻ വേണ്ടി
ചെറിയ കാര്യങ്ങൾ എഴുതുവാൻ വേണ്ടി ഉടമ്പടിയുടെ നിയോഗപത്രം ഉപയോഗിക്കരുത്. വലിയ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം, അസാധ്യ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം, നിങ്ങളുടെ എല്ലാ പരിശ്രമങ്ങളും പരാജയപ്പെടുന്ന വിഷയങ്ങൾക്ക് വേണ്ടി മാത്രം നിങ്ങൾ ഉടമ്പടിയിൽ നിയോഗം വെച്ച് അമ്മയോട് പ്രാർത്ഥിക്കുക. ഈ ആലയത്തിൽ ജീവനോടെ അമ്മ പ്രത്യക്ഷപ്പെട്ടുവെങ്കിൽ, ആ ജീവനുള്ള അമ്മ ഇന്നും ആയിരങ്ങൾക്ക് സാന്നിധ്യം കൊണ്ട് അനുഗ്രഹം കൊടുക്കുന്നുവെങ്കിൽ നമ്മുടെ വിഷയങ്ങൾ ഏറ്റെടുക്കും, അത് അനുഗ്രഹമായി പരിണമിക്കുകയും ചെയ്യും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം സന്തോഷത്തോടെ ഈ അൾത്താരയിൽ പങ്കുവെച്ചത്. ഈ കുടുംബത്തിന് ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷി